ഹലോ അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇന്നത്തെ പലഹാരം കാണാം. ഇന്നിപ്പോൾ രാവിലെ വരുന്ന സമയത്ത് ഇതുപോലെ എരുന്ന് കൊണ്ടുവന്നീനു കേട്ടോ. അപ്പം അതൊന്ന് ഇത്തിരി അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് പതപ്പിച്ചെടുത്ത് ഇതുപോലെ എരുന്നൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. വെള്ളം ഒരുപാട് നമ്മൾ കളയണ്ട കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇതിലേക്ക് വേണം. അപ്പോൾ ഞാനിതിലേക്ക് 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 4 ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കൊടുക്കാം. മെഷീനുള്ളവരൊക്കെ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഉള്ളിവട അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉള്ളി അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക കേട്ടോ. അപ്പോൾ ഇത് 4 മുളകാണ് പിന്നെ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കരിവേപ്പില, പച്ചമസാല ഉണ്ടല്ലോ, അത് ഞാൻ ഓവറായിട്ട് ചേർക്കുന്നില്ല. അത്യാവശ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്കുള്ള പൊടികൾ കൂടി ആഡ് ഓൺ ചെയ്യാം. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതായത് മുളക് പൊടി 1 ടീസ്പൂണും പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും. അത് കഴിഞ്ഞൊരു 3 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കടലപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈദയും പിന്നെ അരിപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 3-4 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു മൊരിച്ചിലൂടെ കഴിക്കാനായിരിക്കും എല്ലാവർക്കും ചായയുടെ കൂടെ ഇഷ്ടം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ആഡ് ഓൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ എരുന്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത്, എരുന്ത് കാണുമ്പോൾ ഒരുപാടുണ്ട്, പക്ഷെ മുറിച്ച് കഴിഞ്ഞാൽ ഇത്തിരിയേ ഉണ്ടാവത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ എരുന്തിൻ്റെ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഒരു 10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് ഞാനിത് നിസ്കരിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പൊരിക്കാൻ നിൽക്കുന്നത്. ഇനി നല്ല ചൂടായ എണ്ണയിൽ നല്ല ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് തന്നെ അത് പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലത്തുള്ള ഒരു പൊരികളും നിങ്ങൾ പൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഒക്കെ കുഴഞ്ഞു പോകും, ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എരുന്തോ കടുക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ അതിൻ്റെ വെള്ളം കൂടി ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈവനിങ്ങിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്തതായി കാണാം. ബൈ. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.